മക്കളെ, ഇന്ന് നമുക്ക് പൈദൽ ചൽത്താ ഹുവ ആത്മീ എന്ന കവിത നോക്കാം. ഈ കവിത എഴുതിയിരിക്കുന്നത് സ്വപ്നിൽ ശ്രീവാത്സവാണ്. പൈദൽ ചൽത്താ ഹുവ ആത്മീ എന്ന കവിത എഴുതിയിരിക്കുന്നത് സ്വപ്നിൽ ശ്രീവാത്സവ്. അദ്ദേഹം എന്താണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരു തിരക്കേറിയ പട്ടണമാണ് അല്ലേ. ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ആളുകൾ സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്, കാൽനട യാത്രക്കാരെ കാണുന്നുണ്ട്, ഒരുപാട് കാറുകളൊക്കെ അതുപോലെ തന്നെ മറ്റു പല വാഹനങ്ങളും പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കവി പറയുന്നത് സാധാരണക്കാരൻ്റെ ശക്തിയും പ്രാധാന്യവുമാണ്. സാധാരണക്കാരൻ്റെ ശക്തിയും പ്രാധാന്യവുമാണ് ഈ കവിതയിലൂടെ കവി എടുത്തു കാണിക്കുന്നത്. സമ്പന്നരായ ആളുകൾ അവരുടെ കാറുകളിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ആ സമയത്ത് ദരിദ്രരെന്താ ചെയ്യുന്നത്? കാൽനടയായിട്ട് സഞ്ചരിക്കുന്നു. അങ്ങനെയുള്ളവരെ പുച്ഛത്തോടെ കാണരുത് എന്നാണ് കവി പറയുന്നത്. ആരെയും കുറച്ച് കാണരുത്. കുറഞ്ഞ ആളുകളാണ് അവർ എന്താ പറയുക, ഒരു പുച്ഛഭാവം, കുറഞ്ഞ ആളുകൾ എന്ന രീതിയിൽ ഒരു പുച്ഛഭാവത്തോടു കൂടി നമ്മൾ ആരെയും കാണരുത് എന്നൊരു പാഠമാണ് കവി ഈ കവിതയിലൂടെ പഠിപ്പിക്കുന്നത്. ഓരോ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളുണ്ടായിരിക്കും. ആ കഴിവുകളിൽ അവർ ഈ സമൂഹത്തിൽ ബഹുമാനം അർഹിക്കുന്നവരാണ്. ഈ സമൂഹത്തിൽ അവരും എന്താണ്, അവരുടേതായ കഴിവുകളിൽ ബഹുമാനം അർഹിക്കുന്നവർ തന്നെയാണ് അവർ. അവരെ നമ്മൾ പുച്ഛഭാവത്തോടു കൂടി കാണുകയോ അവര് കുറഞ്ഞ രീതിയിൽ അവര് എന്താ പറയാ ചെറുതാക്കി കാണുക, അതായത് വലിയവൻ ചെറിയവൻ എന്നുള്ള ഭാവം ഉണ്ടല്ലോ, കുറച്ച് കാണരുത്, ആരെയും നമ്മൾ കുറച്ച് കാണരുത് എന്ന രീതിയിലാണ് ഈ കവിത, അതായത് അങ്ങനെയുള്ളൊരു പാഠമാണ് നമുക്ക് ഈ കവിത തരുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം. പൈദൽ ചൽത്താ ഹുവ ആത്മീ അല്ലേ. അപ്പൊ നമുക്ക് വരികളിലേക്ക് നോക്കാം. ചമക്ദാർ സടക് പർ ചൽ രഹേ കാരോം കെ ജുഹൂം മേം കിतना നിരീഹ് ദിഗ് രഹാ ഹേ പൈദൽ ചൽത്താ ഹുവ ആത്മീ. നമുക്കതിന്റെ അർത്ഥങ്ങൾ നോക്കാം. ചമക്ദാർ പറഞ്ഞ തിളങ്ങുന്ന, ജുഹൂം തിരക്കിനിടയിൽ, നിരീഹ് നിഷ്കളങ്കരായ, ചമക്താർ സടക്ക് പർ, ചമക്താർ പറഞ്ഞ തിളങ്ങുന്ന, സടക്ക് റോഡ്, ചൽ രഹേ സഞ്ചരിക്കുന്ന, കാറുകൾ, ജുഹൂം മേ കിത്തന നിരീഹ് ദിഗ് രഹാ ഹേ, ജുഹൂം മേ കിത്തന നിരീഹ് ദിഗ് രഹാ ഹേ. ജുഹൂം പറഞ്ഞാൽ തിരക്കിനിടയിൽ എത്രമാത്രം, നിരീഹ് പറഞ്ഞ നിഷ്കളങ്കമായി കാണപ്പെടുന്നു. എങ്ങനെയാ, ആരെയാണ് നിഷ്കളങ്കമായി കാണപ്പെടുന്നത്? പൈദൽ ചൽത്താ ഹുവ ആത്മീ, കാൽനടയായിട്ട് നടക്കുന്ന ആളുകളെ. നമുക്കൊന്നുകൂടെ ഇത് വിശദമായിട്ട് നോക്കാം. തിളങ്ങുന്ന റോഡിലൂടെ, ചമക്താർ സടക്ക് പർ, തിളങ്ങുന്ന റോഡിലൂടെ സഞ്ചരിക്കുന്ന കാറുകൾ, തിളങ്ങുന്ന റോഡിലൂടെ സഞ്ചരിക്കുന്ന കാറുകൾ, ആ കാറുകളുടെ തിരക്കിനിടയിൽ പൈദൽ ചൽത്താ ഹുവ ആത്മീ, കാൽനടയായിട്ട് സഞ്ചരിക്കുന്ന ഒരാൾ, അയാൾ എത്രമാത്രം നിസ്സഹായനായിട്ടാണ് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ജുഹൂമേ, ജുഹൂമന തിരക്ക്, ആ തിരക്കും, ആ തിരക്കിനിടയിൽ, കിത്തനാ നിരീഹ് ദിഗ് രഹാ ഹേ, എത്രമാത്രം നിഷ്കളങ്കനായി കാണപ്പെടുന്നു. നിരീഹ് പറഞ്ഞ നിഷ്കളങ്കൻ, എത്രമാത്രം നിഷ്കളങ്കരായിട്ടാണ് അവരെ കാണപ്പെടുന്നത്. ആ പൈദൽ ചൽത്താ ഹുവ ആത്മീയെ, അതായത് കാൽനടയായിട്ട് നടന്നു പോകുന്നവരെ എത്രമാത്രം നിഷ്കളങ്കരായിട്ടാണ് കാണപ്പെടുന്നത് എന്ന് കവി പറയാണ്. തിളങ്ങുന്ന റോഡിലൂടെ നീങ്ങുന്ന കാറുകളുടെ തിരക്കിനിടയിലൂടെ കാൽനടയായിട്ട് നടന്നു പോകുന്ന ഒരാൾ എത്ര നിഷ്കളങ്കനായിട്ടാണ് കാണപ്പെടുന്നത്. അയാളെ എങ്ങനെ കാണപ്പെടുന്നു എന്ന് പറയുന്നത് നിഷ്കളങ്കനായിട്ട് കാണപ്പെടുന്നു. कार में बैठे हुए बड़े लोग उसे हिकारत से देखते हैं जैसे वह किसी दूसरी दुनिया से आया हुआ आदमी हो. कार में बैठे हुए बड़े लोग उसे हिकारत से देखते हैं. കാറിൽ ഇരിക്കുന്ന ബഡേ ലോഗ്, വലിയ ആളുകൾ, കാറിൽ ഇരിക്കുന്ന വലിയ ആളുകൾ, അതായത് പണക്കാരായിട്ടുള്ള ആളുകൾ, ഉസേ ഹികാരത്ത് സേ ദേഖ്തേ ഹേ, ഹികാരത്ത് പറഞ്ഞ പുച്ഛം,
അവരെ എങ്ങനെയാണ് നോക്കുന്നത്? ഹികാരത്ത്, ഋണ പറഞ്ഞ വെറുപ്പ്, പുച്ഛം എന്നൊക്കെയുള്ള അർത്ഥം. ഹികാരത്ത് സേ ദേഖ്തേ ഹെ, അവരെ പുച്ഛത്തോടു കൂടി, വെറുപ്പോടു കൂടിയിട്ടാണ് അവരെ നോക്കുന്നത്. ജൈസേ വഹ് കിസി ദൂസരി ദുനിയാ സേ ആയാ ഹുവാ ആത്മീ ഹോ. ജൈസേ പറഞ്ഞ പോലെ, എന്തുപോലെ? വഹ് കിസി ദൂസരി ദുനിയാസേ, അവൻ മറ്റേതോ ലോകത്ത് നിന്നുള്ള ഒരു മനുഷ്യനാണോ എന്നതുപോലെയാണ് ഇവരുടെ നോട്ടം. വഹ് കിസി ദൂസരി ദുനിയാസേ, അവൻ ഏതോ മറ്റേതോ ലോകത്ത് നിന്ന് ആയാ ഹുവ വന്നിട്ടുള്ള, ആത്മീഹോ മനുഷ്യനാണോ എന്ന പോലെയാണ് ഇവരുടെ നോട്ടം. ഒന്നുകൂടെ പറയാം. കാറിലിരിക്കുന്ന വലിയ ആളുകൾ, അതായത് പണക്കാരായിട്ടുള്ള ആളുകൾ ഈ കാൽനടക്കാരായിട്ടുള്ളവരെ വളരെയധികം പുച്ഛത്തോടു കൂടിയിട്ട് നോക്കുന്നു. ജൈസേ വ കിസി ദൂസരി ദുനിയാസെ ആയാ ഹുവ ആത്മീഹോ, അവൻ മറ്റേതോ ലോകത്തിൽ നിന്നും വന്നിട്ടുള്ള ഒരു മനുഷ്യനാണോ എന്നതുപോലെ, മറ്റേതോ ലോകത്തു നിന്നും വന്നിട്ടുള്ളതാണോ എന്ന പോലെ ഈ വലിയ ആളുകൾ അവരെ ഇങ്ങനെ പുച്ഛത്തോടെ നോക്കുകയാണ്. വേ നഹീ ജാൻതേ കി ഉസ്കെ ദമു പർ, അവർ അറിയുന്നില്ല. എന്താണ് അറിയാത്തത്? ഉസ്കെ ദമു പർ, അവന്റെ ശക്തിയിലാണ്. ഉൻകെ ചെഹരെ പർ രൗനക് ഹെ, ഇവരുടെ മുഖത്ത് എന്തുള്ളത്? തിളക്കമുള്ളത് എന്ന് അവർ അറിയുന്നില്ല. അതായത് അവൻ കാരണമാണ് അവരുടെ മുഖം തിളങ്ങുന്നത് എന്ന കാര്യം അവർ അറിയുന്നില്ല. അതായത് അവർക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്നത്, കൃഷിക്കാരെന്ത് ചെയ്യുന്നു? കൃഷി ചെയ്തിട്ട് വിളവുണ്ടാക്കിയിട്ടാണ് മറ്റുള്ളവർക്ക് കൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പൊ ആ ഭക്ഷണം കഴിച്ചത് കൊണ്ടാണ് അവർക്ക് എന്തുള്ളത്? മുഖത്ത് തിളക്കമുള്ളത്, ശരീരത്തിന് ആരോഗ്യമുള്ളതൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടാണ്. ഈ ഭക്ഷണം ലഭിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള ആളുകൾ വളരെയധികം കഷ്ടപ്പെട്ട് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഭക്ഷണം ലഭിക്കുന്നത്. അവര് ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്ന ആ ഒരു പ്രവൃത്തി നിർത്തുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ആർക്കും ഭക്ഷണം ലഭിക്കുകയില്ല, ആർക്കും മുഖത്ത് തിളക്കവും ഉണ്ടായിരിക്കില്ല, ശരീരത്തിൽ ആരോഗ്യവും ഉണ്ടായിരിക്കില്ല അല്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? വേ നഹീൻ ജാൻതേ, ഈ വലിയ പണക്കാർ പുച്ഛിക്കുന്നുണ്ടല്ലോ പിന്നെ ഈ പാവങ്ങളെ, അതായത് ദരിദ്രരായിട്ടുള്ള കാൽനടയായിട്ട് പോകുന്നവരെ പുച്ഛിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ പുച്ഛഭാവം കാണിക്കുന്ന ഈ ബഡേ ലോഗ് അവർക്ക് അറിയുന്നില്ല അവരുടെ മുഖത്തുള്ള തിളക്കത്തിന് കാരണം ഈ സാധാരണക്കാരനാണ്, ഈ കാൽനടയായിട്ട് പോകുന്ന ആളാണ് എന്ന കാര്യം അവൻ അറിയുന്നില്ല എന്നാണ് പറഞ്ഞത്. വഹ് അനാജ് ഉഗാന ബന്ദ് കർ ദേം തോ വേ ഭൂക്കോ മർ ജായേംഗെ, ഉൻകെ മക്കാൻ ന ബനായെ തോ ഉन्हें सिर छिपाने की जगह नहीं मिलेगी. വഹ് അനാജ് ഉഗാന ബന്ദ് കർ ദേം തോ, അവൻ, അനാജ് പറഞ്ഞ ധാന്യം, അവൻ ധാന്യം, ഉഗാന അവൻ ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നത്, ബന്ദ് കർദേം, ബന്ദ് കർണ പറഞ്ഞാല് നിർത്തലാക്കുക, ബന്ദ് കർദേം തോ വേ ഭൂഖോ മർ ജായേംഗെ, അവർ വിശന്ന് മരിക്കും. കൃഷി നിർത്തലാക്കിയാൽ അവർ പട്ടിണി കിടന്ന് മരിക്കും. ഉൻകെ മക്കാൻ ന ബനായെ തോ ഉനേം സിർ ചിപ്പാനെ കി ജഗ നഹീം മിലേഗി. ഉൻകെ മക്കാൻ ന ബനായെ തോ, അവരുടെ കെട്ടിടങ്ങൾ, അത് അവർക്ക് വീടുകളൊന്നും നിർമ്മിച്ച് നൽകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഉനേൽ സിർ ചിപ്പാനെ കി ജഗ നഹീ മിലേഗി, അവർക്ക് തല ഒളിക്കാനുള്ള സ്ഥലം, അതായത് അവർക്ക് താമസിക്കാനുള്ള സ്ഥലം, ജഗ് നഹി മിലേഗി, അവർക്ക് ഉറങ്ങാനുള്ള സ്ഥലം, അതായത് അവർക്ക് തല ചായ്ക്കാനുള്ള സ്ഥലം എന്നൊക്കെ പറയാം, അതിനുള്ള സ്ഥലം അവർക്ക് ഉണ്ടായിരിക്കില്ല എന്നാണ് പറഞ്ഞത്. ഒന്നുകൂടെ നോക്കാം. അതിന്റെ അർത്ഥങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അനാജ് പറഞ്ഞ ധാന്യം, ഉഗാന കിളിർപ്പിക്കുക, അതായത് വിളയിക്കുക എന്നുള്ള അർത്ഥം. ധാന്യം വിളയിച്ചെടുക്കുക, ധാന്യം വിളയിച്ചെടുക്കുക, ഉണ്ടാക്കുക എന്നുള്ള അർത്ഥം. ബന്ദ് കർണ നിർത്തുക. ചിപ്പാന ഒളിക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അവിടെ ഒഴിക്കുക എന്നാണ് എഴുതിയത്, ഒഴിക്കുക എന്നല്ല. ചിപ്പാന പറഞ്ഞ ഒളിക്കുക, ഒളിപ്പിച്ച് വെക്കുക, ഒളിക്കുക എന്നുള്ള അർത്ഥമാണ്. താക്കത്വർ എന്ന് പറഞ്ഞാൽ ശക്തിശാലി. അപ്പൊ നമുക്കതിൻ്റെ
ആ വരികൾ ഒന്നുകൂടെ നോക്കാം. വഹ് അനാജ് ഉഗാന ബന്ദ് കർ ദേം തോ വേ ഭൂഖോ മർ ജായേംഗെ. അതായത് ഇവർ എന്ത് ചെയ്താല് കൃഷി നിർത്തലാക്കിയാൽ, വഹ് അവർ എന്ത് ചെയ്താല് ഈ സാധാരണക്കാരൻ കാൽനടയായിട്ട് നടന്നു പോകുന്ന ആളുകൾ അവര് അനാജുഗാന ബന്ദ് കർദേം കൃഷി ഉൽപ്പാദിപ്പിക്കുന്നത് നിർത്തലാക്കുകയാണെങ്കിൽ, തോ പറഞ്ഞ എങ്കിൽ, വേ ഭൂക്കോ മർജായെങ്കെ അവർ ഭൂക്കോ മർജായെങ്കെ വിശന്നു മരിക്കും, പട്ടിണി കിടന്ന് മരിക്കും. ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത് വിളവുണ്ടാക്കുന്നത് നിർത്തുകയാണെങ്കിൽ ഈ വലിയ പണക്കാരായിട്ടുള്ള ആളുകൾ, അത് ബഡേ ആത്മി, അവരെന്താകും? പട്ടിണി കിടന്ന് മരിക്കും. ഉൻകെ മക്കാൻ ന ബനായേ തോ ഉനേം സിർ ചിപ്പാനേക്ക് ജഗ നെഹി മിലേഗി. വീടുകൾ പണിതിട്ടില്ല എങ്കിൽ, അവർക്ക് വേണ്ട വലിയ വലിയ വീടുകൾ പണിതിട്ടില്ല എന്നുണ്ടെങ്കിൽ തല ചായ്ക്കാൻ അവർക്ക് ഇടമുണ്ടാവുകയില്ല. വലിയ വലിയ വീടുകൾ, അതായത് ഉൻകെ മക്കാൻ ന ബനായത്തോ, മക്കാൻ പറഞ്ഞ കെട്ടിടം, വീടുകൾ നിർമ്മിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, വീടുകളൊക്കെ നിർമ്മിക്കുന്നത് ആരാണ്? ഇതുപോലെയുള്ള കൂലിപ്പണിക്കാരാണ് അല്ലെ, സാധാരണക്കാരാണ് എന്ത് ചെയ്യുന്നത്? വീടുകളൊക്കെ നിർമ്മിക്കുന്നത്. അപ്പൊ അവർ ആ പണികളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് തല ചായ്ക്കാനായിട്ട് ഇടം ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത്. उन्हें पता नहीं कि पैदल चलता हुआ आदमी कितना ताकतवर है. ताकतवर പറഞ്ഞാൽ ശക്തിയുള്ളത്, താക്കത്വർ ഹേ ശക്തിവാൻ എന്നുള്ള അർത്ഥം, ശക്തനാണ്. താക്കത്വർ എന്ന ശക്തി. ഉനേ പദാനഹിക്ക്, ഉനേം അവർക്ക്, പദാനഹി അറിയുന്നില്ല, പൈദൽ ചൽത്താ ഹുവ ആത്മി കാൽനടക്കാരനായിട്ടുള്ള ആത്മി, കിത്തനാ താക്കത്വർ ഹേ എത്രമാത്രം ശക്തനാണ് എന്ന കാര്യം, നടക്കുന്ന ആൾ എത്ര ശക്തനാണെന്നത് അവർ അറിയുന്നില്ല. വഹ് ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകെ സാമ്രാജ്യ ടഹ് ജായേംഗെ. വഹ് ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകെ സാമ്രാജ്യ ടഹ് ജായേംഗെ. അതിന്റെ അർത്ഥം നോക്കാം. ടഹ് ജാന പറഞ്ഞാൽ തകർന്നു പോവുക, ഹോഷ് മേ ആന എന്നാല് സചേത് ഹോന, താക്കത്വർ ശക്തി, ടഹ് ജാന തകർന്നു പോകുക. വഹ് ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകെ സാമ്രാജ്യ ടഹ് ജായേംഗെ. അവർക്ക് ബോധം വരുമ്പോൾ, ഹോഷി പറഞ്ഞ ബോധം, വഹ് ജിസ് ദിൻ അവർക്ക് ഏത് ദിവസമാണോ, ഏതെങ്കിലും ഒരു ദിവസം അവർക്ക് ബോധം വരുമ്പോൾ അവരുടെ സാമ്രാജ്യം തകരും. വഹ് ജിസ് ദിൻ ഹോഷ് മേ ആ ജായേഗാ ഉൻകെ സാമ്രാജ്യ ടഹ് ജായേഗെ. അതായത് ഈ പണി ചെയ്ത് നടക്കുന്ന ആളുകൾക്ക് ബോധം വരികയാണെങ്കിൽ ഇവരുടെയൊക്കെ സാമ്രാജ്യം തകരും എന്നാണ് പറഞ്ഞത്. ഇവരൊക്കെ കെട്ടിപ്പടുത്തിരിക്കുന്ന സാമ്രാജ്യങ്ങൾ തകർന്നു പോകും. ഈ കാൽനടയായിട്ടുള്ള ആളുകൾ, അതായത് കൃഷിപ്പണി ചെയ്യുന്നവർ കൃഷിപ്പണി ചെയ്യാതിരിക്കുക, കെട്ടിടം നിർമ്മിക്കുന്നവർ കെട്ടിടം നിർമ്മിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബഡേ ലോഗോം കാ സാമ്രാജ്യ ടെഹ് ജായേംഗെ എന്നാണ് പറഞ്ഞത്. അവരുടെയൊക്കെ സാമ്രാജ്യം തകരും. മനസ്സിലായോ? അപ്പോൾ ഈ കവിത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കവിതയാണ്. വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ലളിതമായിട്ടുള്ളൊരു കവിത തന്നെയാണിത്. ഒന്നുകൂടെ അതിൻ്റെ അർത്ഥങ്ങൾ പറയാം. തിളങ്ങുന്ന റോഡിലൂടെ നീങ്ങുന്ന കാറുകളുടെ തിരക്കിനിടയിൽ കാൽനടയായി നടക്കുന്ന ഒരാൾ എത്ര നിസ്സഹായനായിട്ടാണ്, അല്ലെങ്കിൽ എത്ര നിഷ്കളങ്കനായിട്ടാണ് കാണപ്പെടുന്നത്. കാറിലിരിക്കുന്ന വലിയ ആളുകൾ, മൂപ്പന്മാർ, അത് മുതിർന്ന എന്താ പറയാ ബഡേ ലോഗ്, കാറിലിരിക്കുന്ന ബഡേ ലോഗ് അവരെ പുച്ഛത്തോടെ നോക്കുന്നു. അവൻ മറ്റേതോ ലോകത്തിൽ നിന്നുള്ള വന്നിട്ടുള്ള ഒരു മനുഷ്യനാണോ എന്ന് തോന്നുന്നത് പോലെയാണ് അവരുടെ നോട്ടം. ഇവൻ ഏതോ ഒരു ലോകത്തുള്ള ആളാണ് എന്നുള്ള രീതിയിലാണ് ഈ ബഡേ ലോഗ് നോക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഈ കാൽനടക്കാരൻ കാരണമാണ് അവരുടെ മുഖം ഇന്ന് തിളങ്ങുന്നത് എന്ന കാര്യം അവർ അറിയുന്നില്ല. കൃഷി നിർത്തിയാൽ അവർക്ക് പട്ടിണി കിടക്കേണ്ടി വരും. വഹ് അനാജ് ഉഗ്ന ബന്ദ് കർദേ, അവൻ കൃഷി നിർത്തിയാൽ എന്താണ്? അവർക്ക് പട്ടിണി
കിടന്ന് മരിക്കേണ്ടി വരും. വീടുകൾ പണിതിട്ടില്ല എങ്കിൽ അവർക്ക് തലചായ്ക്കാൻ ഇടം ഉണ്ടാവുകയില്ല. ഉന്നെ പതാ നഹി കി പൈദൽ ചൽത്താ ഹുവ ആദ്മി, അതായത് ഈ പൈദൽ ചൽത്താ ഹുവ ആദ്മി, കാൽനടക്കാരനായിട്ടുള്ള ആൾ എത്രമാത്രം ശക്തനാണെന്ന കാര്യം അവർ അറിയുന്നില്ല. അയാൾക്ക്, അതായത് ഈ കാൽനടക്കാരനായിട്ടുള്ള ആൾക്ക് ബോധം വരുന്ന ഒരു ദിവസം, അവർക്ക് ബോധം വരുന്ന ഒരു ദിവസം ഇവരുടെ സാമ്രാജ്യം, ഉൻകെ പറഞ്ഞ അവരുടെ, അതായത് ആ ബഡേ ലോകോങ്കെ സാമ്രാജ്യം, വലിയ ആളുകളുടെ സാമ്രാജ്യങ്ങൾ തകരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ കവിതയിലൂടെ കവി പറയുന്നത്? നമ്മൾ ആരെയും ചെറുതായി കാണരുത്. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബഹുമാനം നമ്മൾ കൊടുക്കണം. അത് സമൂഹത്തിൽ ഓരോരുത്തരും ഓരോ രീതിയിൽ അവരവരുടേതായിട്ടുള്ള കഴിവിനനുസരിച്ചുള്ള ആദരവ്, ബഹുമാനം അവർക്ക് നൽകേണ്ടത് ആവശ്യമാണ്. അത് അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോരുത്തരെയും ബഹുമാനങ്ങൾ നമ്മൾ അവർക്ക് നൽകണം. അതുപോലെ തന്നെ ആരെയും നമ്മൾ പുച്ഛത്തോടെ കാണരുത്. സാധാരണക്കാരുടെ ശക്തിയും പ്രാധാന്യവുമാണ് ഈ കവിതയിലൂടെ കവി എടുത്ത് കാണിക്കുന്നത്. സമ്പന്നരായ ആളുകൾ, അവരെ പുച്ഛത്തോടെ നോക്കരുത്, പുച്ഛത്തോടെ നോക്കുകയോ അവർക്ക് ബഹുമാനം നൽകാതിരിക്കുകയോ ചെയ്യരുത്. അവർ കൃഷിപ്പണി നിർത്തുകയും അതുപോലെ തന്നെ വീട് പണിതൊന്നും നിർത്തുകയും ചെയ്താൽ സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആ സമൂഹത്തിനെ മുമ്പോട്ട് നയിക്കുന്ന കാര്യങ്ങളൊക്കെ അവർ നിർത്തുകയാണെങ്കിൽ സാമ്രാജ്യം തകർന്നു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കവിത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. നന്നായിട്ട് പഠിക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക.